സർ, അതെ സർ, സംസ്ഥാന സർക്കാർ കൂടി ഇതിനു വേണ്ടി ഫണ്ട് ചെലവഴിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ ഫണ്ടിന്റെ പൊതുവെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. നിലവിൽ 9 ROBകളുടെയും 1 RUBയുടെയും പ്രവൃത്തിയാണ് പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സർക്കാരിൻ്റെ കാലത്ത് നിരവധി ROBകൾ സംസ്ഥാനത്ത് പൂർത്തീകരിക്കാനായി. നാട് ദീർഘകാലമായി ആഗ്രഹിച്ച പദ്ധതികളാണ് നമുക്ക് യാഥാർത്ഥ്യമാക്കാനായത്. ROBകൾ പശ്ചാത്തല വികസനത്തിൽ നാടിൻ്റെ പുരോഗതിക്ക് ഏറെ മുഖച്ഛായ തന്നെ മാറ്റുന്ന നിലയിലേക്കുള്ള വികസനമാണ്. സമയനഷ്ടം, ഇന്ധനനഷ്ടം എന്നിവ ഒഴിവാക്കാനും വേഗത്തിലാക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് നേരത്തെ ചെലവഴിച്ച ഫണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല, മാതൃകാപരമായി തന്നെയാണ് നമുക്ക് ഇടപെടാൻ പറ്റുന്നത്. ശ്രീ മുരളി പെരുന്നള്ളി. സർ, വനത്തിൽ നിന്ന് നാട്ടിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് പ്രതിരോധിക്കാൻ സർക്കാർ നല്ലപോലെ ഇടപെടുകയാണ്. സർ, പല്ലും നഖവും കൊഴിഞ്ഞ് ആക്രമിക്കാൻ കെൽപ്പില്ലാതെ പബ്ലിസിറ്റിക്കായി കോപ്രായങ്ങൾ കാണിക്കുന്ന ശല്യമൃഗങ്ങൾ സഭയ്ക്കകത്ത് കയറി വരുന്നത് തടയണം സർ. സർ, ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം എന്നത് കേരളത്തിൻ്റെ ഒരു മാതൃക തന്നെയാണ്. കേരളത്തിൻ്റെ പശ്ചാത്തല വികസന മേഖലയിൽ റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ നിർമ്മാണം ഏത് തരത്തിലുള്ള മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വകുപ്പ് വിലയിരുത്തിയിട്ടുണ്ടോ എങ്കിൽ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? സർ, നിലവിൽ കാരിത്താസ്, മുളന്തുരുത്തി, തിരൂർ ROB എന്നിവ ഈ നിലയിലുള്ള 3 പദ്ധതികളായിരുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഈ 3 പദ്ധതികളും പൂർത്തീകരിച്ചു. പ്രത്യേകമായി തുക വകയിരുത്തിയാണ് 3 പദ്ധതികളും പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. സർ, തിരൂർ നിയോജക മണ്ഡലത്തിലെ പൊന്മുണ്ടം ബൈപ്പാസ് ROBയും യാഥാർത്ഥ്യമാക്കുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചു. സർ, ഇതിനായി 33 കോടി രൂപയാണ് അനുവദിച്ചത്. അവിടെ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. തിരൂര് MLA സമരത്തിലാണ്, അല്ലെങ്കിൽ അദ്ദേഹം ബെഞ്ചിലായിരുന്നെങ്കിൽ ഇപ്പോൾ ബെഞ്ച് അടിച്ച് അതിനെ പിന്തുണക്കുമായിരുന്നു. സർ, ഇതിനായി 33 കോടി രൂപയാണ് LDF സർക്കാർ അനുവദിച്ചത്. അവിടെ പ്രവൃത്തി ഇപ്പോൾ ആരംഭിച്ചു. പാവങ്ങോട് ROB ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉണ്ട്, അദ്ദേഹം തുടർച്ചയായി ഇടപെടുന്ന വിഷയമാണ്. പാവങ്ങാട് ROB പ്രവൃത്തി ടെൻഡറിംഗ് ഘട്ടത്തിലാണെന്നുള്ള സന്തോഷ വിവരം ഈ സഭയെ അറിയിക്കുകയാണ്. സർ, ശ്രീ പി മമ്മിക്കുട്ടി. സർ, നേരത്തെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിയാതിരുന്ന റെയിൽവേ ഓവർബ്രിഡ്ജുകളുടെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് എന്തൊക്കെ നടപടികളാണ് ഈ സർക്കാർ സ്വീകരിച്ചത്? അതുപോലെ തന്നെ പാലക്കാട് പൊന്നാനി റോഡിലുള്ള വാടാനക്കുറിശി റെയിൽവേ മേൽപ്പാലം എന്നേക്കൾക്ക് പൂർത്തിയാകും എന്നുകൂടി അറിഞ്ഞാൽ നന്നായിരുന്നു. മുടങ്ങിപ്പോയ പദ്ധതികൾ റെയിൽവേയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും തുടർച്ചയായി ചർച്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. സാർ, അതുപോലെ തന്നെ വാടാനംകുറിച്ചി ഉൾപ്പെടെയുള്ള റെയിൽവേ മേൽപ്പാലങ്ങളുടെ റിവ്യൂ നടത്തി അത് വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാനുള്ള എല്ലാ ശ്രമവും സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട്. സാർ, ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി. സാർ, സഭ നിരന്തരമായി സ്തംഭിപ്പിച്ച് അതിൽ ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. ചിരിച്ചു കളിച്ച് സമരത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ, എൻ്റെ ചോദ്യം, തൃശ്ശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം ബഹുമാനപ്പെട്ട മന്ത്രിയായ ഉടനെ തന്നെ അവിടെ സന്ദർശിക്കുകയുണ്ടായി. മുണ്ടൂര് മുതൽ കുറ്റേക്കര വരെയുള്ള കുപ്പിക്കഴുത്ത് 4 വരി പാതയാക്കുന്നതിന് വേണ്ടി സ്ഥലമേറ്റെടുക്കാൻ 25.57 കോടി രൂപ 19 വിജ്ഞാപനം വന്നിരിക്കുന്നു. സാർ, നന്ദി രേഖപ്പെടുത്തുകയാണ്. മറ്റൊരു സ്ഥലം സന്ദർശിച്ചത് ഈ കുറ്റിപ്പുറം റോഡിലുള്ള അമല ROBയാണ്. അമല ROBക്ക് സമാന്തരമായി മറ്റൊരു ROB കൂടി പിന്നെ നിർമ്മിക്കുന്നതിന് വേണ്ടി 7 കോടി രൂപ കിഫ്ബിയിൽ വകയിരുത്തിയിട്ടുണ്ട്. ആയതിന്റെ നിർമ്മാണ നടപടികളുടെ പുരോഗതി ഒന്ന് വ്യക്തമാക്കാമോ? യെസ് മിനിസ്റ്റർ. സാർ, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട റെയിൽവേ ഓവർബ്രിഡ്ജുകളാണ്. സാർ, അതിന് ഫണ്ട് സംസ്ഥാന സർക്കാർ അനുവദിച്ചു. അത് വേഗത്തിൽ അതിന്റെ മറ്റു കാര്യങ്ങൾ നടപ്പിലാക്കി. ഇനി വരുന്ന LDF സർക്കാരിന്റെ ഭരണകാലത്ത് അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതിന് വളരെ എളുപ്പമാക്കുന്ന പണി പ്രതിപക്ഷം കൂടി ചെയ്തു തരുന്നത് കൊണ്ട് ഏറെ സന്തോഷമുണ്ട്. സാർ, ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ. സാർ, എൻ്റെ മണ്ഡലത്തിലെ വെള്ളയിൽ അണ്ടർപാസും അതേപോലെ പാവങ്ങാട് ഓവർബ്രിഡ്ജും മന്ത്രിയുടെ പ്രത്യേക താല്പര്യം കാരണം അത് നടപ്പിലായിരിക്കുകയാണ്. അതിന് പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായുള്ള വെസ്റ്റയിൽ ചുങ്കം ബട്ട് റോഡ് റെയിൽവേ ഓവർബ്രിഡ്ജ് ഉണ്ട്. അത് ഒന്ന് അടിയന്തരമായിട്ട് അതിലൊന്ന് മന്ത്രി നേരിട്ട് റെയിൽവേയുമായി ബന്ധപ്പെട്ട് അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാർ, ബഹുമാനപ്പെട്ട MLA ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ പറഞ്ഞത് വളരെ ജനകീയമായ ഒരു പ്രശ്നമാണ്. സാർ, തുടർച്ചയായി അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കൂടെ സർക്കാർ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ROB വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നുള്ളത് സംസ്ഥാന സർക്കാർ പരിശോധിക്കും. സാർ, ശ്രീ KK രാമേന്ദ്രൻ. സാർ, ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ PA മുഹമ്മദ് റിയാസിനും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്.
ഇവിടെ കിഫ്ബി ധനസഹായത്തോടെ പുതുക്കാട് മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന 4 ആരോപികളുടെ നിർമ്മാണത്തിന് റെയിൽവേയുടെ അനുമതി ലഭ്യമാകുന്നില്ല. കാലതാമസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അനുമതി ലഭ്യമാക്കുന്നതിനും നിർമ്മാണം ആരംഭിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ? യെസ് മിനിസ്റ്റർ. സാർ, തീർച്ചയായിട്ടും ഈ വിഷയം ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ സാർ. ഇത്രയും വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സഭ തുടർച്ചയായി സ്തംഭിപ്പിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ നിലപാട് തെറ്റാണ് സാർ. പ്രതിപക്ഷത്തിന്റെ ഈ തെറ്റായ നിലപാടിനെ എല്ലാ നിലയിലും ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തോടെ ഇടപെടാം. ഒരു ലെവൽ ക്രോസ് പോലെ വികസന ചർച്ചകൾ തടയുന്ന പ്രതിപക്ഷത്തിന്റെ നിലപാടിനെതിരെ ഒരു റെയിൽവേ ഓവർബ്രിഡ്ജ് പോലെ ഈ ഭരണകക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾ ജനങ്ങളിൽ ഈ കാര്യങ്ങൾ എത്തിക്കാനും കാര്യങ്ങൾ നടപ്പിലാക്കാനും ഈ നിയമസഭാ സമ്മേളനത്തിൽ ഉപയോഗിക്കുക എന്നുള്ള ഞങ്ങളുടെ ജനാധിപത്യ അവകാശത്തെ ഏത് നിലയിൽ തടയാൻ ശ്രമിച്ചാലും ആ പ്രതിസന്ധികളെ തട്ടിമാറ്റി സർക്കാർ മുന്നോട്ട് പോകുന്ന അറിയിക്കുകയാണ് സാർ. ശ്രീ കോവൂർ കുഞ്ഞുമോൻ. സാർ, അങ്ങ് ചെയ്യുന്ന ഈ പ്രവൃത്തികൾക്കെല്ലാം എൻ്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് സാർ. സാർ, കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുന്നത്തൂർ മണ്ഡലത്തിൽ മൈനാഗപ്പള്ളിയിൽ ഒരു ആരോപിക്ക് ഭരണാനുമതിയായിട്ടുണ്ട് സാർ. ഭൂവുടമകളുടെയും വീട്ടുടമകളുടെയും ഹിയറിംഗ് കഴിഞ്ഞു സാർ. ഇതിൻ്റെ വേഗത്തിലുള്ള പ്രവൃത്തി എത്രയും വേഗത്തിലാക്കണമെന്നാണ് എൻ്റെ ചോദ്യം സാർ. അങ്ങേ കണ്ടെനിക്ക് ചോദിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ ഇവരിങ്ങനെ തടസ്സപ്പെടുത്തുകൊണ്ട് ചോദിക്കും. ഓരോ മെമ്പറും സ്പീക്കറെ മുഖത്ത് നോക്കി സംസാരിക്കണമെന്ന്. എന്താ സാർ, എത്ര ദിവസമായി ഇതൊന്നും നിർത്തിക്കൂടാ സാർ ഇത്തരം സമരങ്ങൾ? എന്റെ ചോദ്യം ഞാൻ ചോദിച്ചായിരുന്നു. ഇടപെട്ട് പരിഹരിക്കാൻ ശ്രമിക്കുക സാർ. എന്തായാലും ഇന്നലെ ഞങ്ങൾക്കും സ്പീക്കറുടെ മുഖം കാണാൻ പറ്റിയില്ല. ഇന്നിപ്പോ എന്തായാലും ഞങ്ങൾക്ക് സ്പീക്കറുടെ മുഖം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. മൊത്തത്തിൽ തടയാൻ വേണ്ടി പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ അടിയന്തരമായി ഇടപെടാൻ എന്തൊക്കെ ചെയ്യാനാകുമെന്ന് ചെയ്ത് മുന്നോട്ട് പോകും. ശ്രീ ജോബ് മൈക്കിൾ. ഈ നമ്മുടെ പെരുന്തുരുത്തി മണർകാട് ബൈപ്പാസിൽ 4 കോടി ആർഒബിയുടെ പ്രവർത്തനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. പക്ഷെ ഇതുവരെ അതിൻ്റെ സ്ഥലമെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിലേക്ക് അടിയന്തരമായി കടക്കുമോ എന്നുള്ളതാണ് സാർ എൻ്റെ ചോദ്യം. സാർ, വേഗത്തിൽ അതിന്റെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം സാർ. അത് എങ്ങനെ ഇടപെട്ട് വേഗത്തിലാക്കാമെന്നുള്ളത് പരിശോധിക്കാം. ശ്രീ ചന്ദ്രശേഖരൻ. സർ, കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ കുശാൽ നഗർ ആർഒബിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ് സർ. എത്രയും പെട്ടെന്ന് അതിൻ്റെ ടെൻഡർ നടപടികൾ സ്വീകരിക്കുന്നതിനാവശ്യമായ നിലയിലേക്ക് എത്തിക്കൊണ്ടുവരാൻ കഴിയുമോ എന്നതാണ് എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. സാർ, അത് വേഗത്തിലാകാൻ ഇടപെടൽ നടത്താം സാർ. ശ്രീ എ പ്രഭാകരൻ. സർ, മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ അകത്തേത്തറ നടക്കാവ് മേൽപ്പാലം 4.5 വർഷക്കാലമായി ആ റോഡ് അടച്ചിട്ടിരിക്കുകയാണ്. റെയിൽവേയുടെ പണി പൂർത്തിയാകാറായി. RBDC ആണ് കാലതാമസം വരുത്തുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ടതാണ്. ഒരിക്കൽ കൂടി ഇടപെട്ട് പെട്ടെന്ന് അതിന്റെ പണി പൂർത്തിയാക്കാനുള്ള പ്രവർത്തനം നടത്തുമോ? സാർ, അത് നിരവധി തവണ ഇടപെട്ടതാണ്. റെയിൽവേയായിട്ടുള്ള വിഷയവും ചർച്ച ചെയ്തതാണ്. ഈ വിഷയവും ചർച്ച ചെയ്തുകൊണ്ട് എങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളത് പൊതുവെ പരിശോധിക്കാം സാർ. ശ്രീ ടി.ഐ. മധുസൂദനൻ. ടി.ഐ. മധുസൂദനൻ. സാർ, ഈ ആർഒബിയോട് നിർമ്മാണത്തോട് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ നിലപാട് എന്താണ് എന്നും നിലവിൽ ഏറ്റെടുത്ത് പ്രവൃത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന പദ്ധതികളെ സംബന്ധിച്ചും ഏറ്റെടുക്കാനിരിക്കുന്നതിനെക്കുറിച്ചും വിശദീകരിക്കാമോ? മിനിസ്റ്റർ. സാർ, പൊതുവെ ഈ ലെവൽ ക്രോസുകൾ നമ്മുടെ ഒരുപാട് സമയമാണ് സാർ കളയുന്നത്. ഒരുപാട് സമയം ലെവൽ ക്രോസുകൾ കളയുന്നു. ഇപ്പോൾ ആലുവ MLA ഇവിടെ ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ സമരത്തിലാണ്. ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അല്ലേ, ആലുവ MLA ഉണ്ടല്ലോ അല്ലേ? ആലുവ MLA കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ കുറയാറിൽ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു അവിടെ ഒരു ROB. സാർ, അത് നടപ്പിലാക്കാൻ പറ്റിയില്ല സാർ. അവസാനം 2016 ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന LDF സർക്കാർ വരേണ്ടി വന്നു അതിന് ഫണ്ട് അനുവദിക്കാൻ സാർ. എന്നിട്ടും തീർന്നിട്ടില്ല സാർ. 2021 വീണ്ടും ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF സർക്കാർ അധികാരത്തിൽ വന്നു സാർ. ആ സമയത്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളുമായി പ്രവൃത്തി ആരംഭിച്ചു സാർ. ഇതുപോലെ പല പദ്ധതികളും നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്നു സാർ. ഈ ഗവൺമെന്റ് ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വെച്ച് പുലർത്തുന്നു. ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ ജനങ്ങൾക്ക് എന്താണ് ആവശ്യം അത് മനസ്സിലാക്കി ഇടപെടുന്നു. അനാവശ്യമായ വിവാദങ്ങൾ അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധ സമീപനങ്ങൾ ഇതൊന്നും ഒരു തരത്തിലും മൈൻഡ് ചെയ്യാതെ ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം വളരെ ഭംഗിയായി ആരൊക്കെ തടുക്കാൻ ശ്രമിച്ചാൽ അതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നു. അതാണ് ജനങ്ങൾ വീണ്ടും ഈ സർക്കാരിന് പിന്തുണ നൽകുന്നത് സാർ. അതുകൊണ്ട് ROBയുടെ കാര്യത്തിൽ ഒരു തർക്കം വേണ്ടതില്ല. നമുക്ക് ഇനിയും നല്ല നിലയിൽ ROBയുടെ കാര്യങ്ങൾ റെയിൽവേയുമായി ചർച്ച ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം.
ചോദ്യം നമ്പർ 243 ശ്രീ KM സച്ചിൻ ദേവ്, പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി. യെസ് സാറേ, പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പുകൾ ചേർന്ന് തയ്യാറാക്കിയ ഡിസൈൻ പോളിസിയുടെ ഭാഗമായാണ് ബി പാർക്ക് പദ്ധതിക്ക് വിനോദസഞ്ചാര വകുപ്പ് തുടക്കമിട്ടത്. സംസ്ഥാനത്തെ വിവിധ മേൽപ്പാലങ്ങൾക്ക് താഴെയുള്ള ഭാഗം കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാര വികസനമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. നിലവിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ പ്രദേശങ്ങളെ ചലനാത്മകവും വൈവിധ്യമാർന്നതുമായ പൊതു ഇടങ്ങളാക്കി മാറ്റുക എന്നതാണ് ബി പാർക്ക് പദ്ധതിയുടെ ലക്ഷ്യം. പൊതുജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ ഈ സ്ഥലങ്ങൾ വികസിപ്പിച്ച് വിവിധ തരം വിനോദോപാധികൾ സ്ഥാപിച്ച് ഇവയെ ആകർഷകവും ഉപയുക്തവുമായ പൊതു ഇടങ്ങളാക്കി മാറ്റാൻ പദ്ധതി ലക്ഷ്യമിടുന്നു. ഇതിലൂടെ നഗര സൗന്ദര്യവൽക്കരണം സാധ്യമാക്കുവാനും പൊതു ഇടങ്ങളുടെ ലഭ്യത വർദ്ധിപ്പിക്കുവാനും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ കുറയ്ക്കുവാനും സാധിക്കും. പൊതു ഇടങ്ങളെ ആകർഷകമാക്കുക വഴി സംസ്ഥാനത്തിൻ്റെ ടൂറിസം സാധ്യതകളെ വർദ്ധിപ്പിക്കുവാനും സാധിക്കും. സർ, പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ മുഴുവൻ വായിക്കാം സർ. ബി പാർക്ക് പദ്ധതിയുടെ ഭാഗമായി പാലത്തിനടിയിൽ പൊതുജനങ്ങൾക്കായി ശരി, തുടർച്ചയായി മൂന്നാം ദിവസവും സഭാ നടപടികളുമായി സഹകരിക്കേണ്ടതില്ല എന്ന തീരുമാനം പ്രതിപക്ഷം എടുക്കുന്നു. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിക്കൊണ്ട് സഭ സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള സമരപരിപാടികളിലേക്ക് പ്രതിപക്ഷം കടക്കുമ്പോൾ ഒരു ഭാഗത്ത് ചോദ്യോത്തരവേള പുരോഗമിക്കുകയും ചെയ്യുന്നു. KR സാജു ഉണ്ട്. സാജു, ഇന്നിപ്പോൾ വാച്ച് ആൻഡ് വാർഡിനെ രംഗത്തിറക്കിയിട്ടുണ്ട്. സ്പീക്കറെ മറച്ചുകൊണ്ടുള്ള പ്രതിഷേധം നടത്താൻ അനുവദിക്കുന്നില്ല. പക്ഷെ എങ്കിൽ കൂടിയും നടുത്തളത്തിൽ ഇറങ്ങിക്കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെയുള്ള പ്രതിഷേധം പ്രതിപക്ഷം നടത്തുന്നുണ്ട്. പ്രതിപക്ഷ നീക്കം എങ്ങനെയാണ്? സ്പീക്കറുടെ നീക്കങ്ങൾ?